അയ്യപ്പന്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ചെന്നിത്തല പറഞ്ഞു, SITയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു. ആരാണ് SIT എന്ന് പറയുന്നത്? പിണറായി വിജയന്റെ പോലീസല്ലേ? SIT എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത്? അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. വെറുതെ സോണിയാഗാന്ധിയെ കാണാൻ പോകുമോ? ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണ് എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോ നമ്മൾ 1/2 ഡസൻ പേർ കേരള നിയമസഭയിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ട്ള പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് ആംബിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കേരളത്തിന് വിജയിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അനന്തപുരി വിജയിച്ചപ്പോൾ കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനത വിജയിച്ചു എന്നുള്ളതാണ്. ശ്രീമാൻ സുരേഷ് ഗോപി, എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP കാരനായിരുന്നോ? അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനായിട്ടുണ്ടോ? അദ്ദേഹം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് അപ്രപാളികളിൽ തങ്കസൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഉണ്ടായിട്ടുള്ള കൗതുകത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഈ നാടിന്റെ വികസനത്തിന്റെ കാരണക്കാരനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വന്ന ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലെയോ ശ്രീമാൻ സുരേന്ദ്രനെ പോലെയോ മാധ്യമ സുഹൃത്തുക്കളോടോ ജനങ്ങളോടോ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ജോലി സിനിമാ മേഖലയിലെ അഭിനയമായിരുന്നു. എന്നാൽ ഞങ്ങൾ കണക്ക് പറയിക്കും, തൃശൂർ ജില്ലയിലേക്ക് എന്തെല്ലാം പദ്ധതികൾ ശ്രീമാൻ സുരേഷ് ഗോപി കൊടുത്തു? നിങ്ങൾ എന്ത് നടപ്പിലാക്കി? എന്താ നടപ്പിലാക്കാത്തത്? തൃശൂർ പേരൂരിന്റെ ജില്ലാ കലക്ടറുടെ മുൻപാകെ എത്രയോ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ചെന്നു. ഈ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച പദ്ധതികൾ അത്രയും പാതി വഴിയിൽ നിൽക്കുകയും അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് MLA-മാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടൂറിസം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ആരാ ടൂറിസം വകുപ്പിന്റെ മന്ത്രി കേരളത്തിൽ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയിലെ പാറപ്പുറത്തെ പൊന്നു തമ്പുരാന്റെ മരുമകനാണ് റിയാസ്. പദ്ധതി ഇങ്ങോട്ട് കിട്ടിയാൽ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ തലക്കനം ഉപേക്ഷിച്ച് ഇതെന്റെ അമ്മായിയപ്പന്റെ സ്വത്താണ് ഈ കേരളം എന്ന് കരുതി ഇരിക്കുന്ന ടൂറിസം മന്ത്രി റിയാസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊജക്ടുകൾ ഈ കേരളത്തിലേക്ക് നടപ്പിലാകാതെ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും കേരളത്തിന്റെ തെരുവീതിയിൽ ചർച്ചയാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ കേന്ദ്രം കേരളത്തിലേക്ക് കൊടുക്കുന്ന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ശ്രീമാൻ പ്രകാശ് ജാവേദ്കർജിയോട് 1-2 മീറ്റിംഗുകൾ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നോ ഷോർട്ട് കട്ട്, ഒരെളുപ്പ വഴിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട്, ഒരെളുപ്പ വഴിയുമില്ല, നിങ്ങൾ MLA-മാരായിക്കോളൂ. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്,
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃത്വം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും. എന്താണ്? ഡൽഹിയിൽ ഒരു പദ്ധതി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമ്മൾ 30-ലധികം വരുന്ന സീറ്റുകളിൽ 30,000-ലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ നിയമസഭയെ ഇളക്കി മറിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് കാരണക്കാരായി മാറാൻ എന്റെ സഹപ്രവർത്തകന്മാർ, സഹോദരി സഹോദരന്മാർ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നേറിയാൽ 2 മുന്നണികളും കിടുകിട കേരളത്തിൽ വിറയ്ക്കും. നമ്മൾ വിറപ്പിക്കുമെന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയത്തിന്റെ കാഹളം സൃഷ്ടിച്ച മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.